to yet another beautiful episode of Tinus, Ting, Tong. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത് രാവിലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാല് വാങ്ങിക്കാൻ പോവുകയാണ്. പക്ഷേ ആ സമയത്ത് നല്ല ഭംഗി നമ്മുടെ നാടൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് വീഡിയോയിൽ എടുത്തേക്കാം. അപ്പോൾ ഞങ്ങളുടെ നാടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന്. അപ്പോൾ ചുമ്മാ അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈവിന് ഇറങ്ങിയ പോലെയായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോട്ടപ്പുറം പാലം. ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർമ്മ വരുന്നത് ഞങ്ങൾ പണ്ട് നീന്തൽ പഠിക്കാൻ വന്നിരുന്നു. അതാണ് ഓർമ്മ വന്നിരുന്നത്. കാരണം പണ്ട് ഗ്യാങ് അടിച്ചിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ചേട്ടന്മാരും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾ കുറച്ച് പെൺപിള്ളേരും ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഗ്യാങ് അടിച്ച് വരും. കൂട്ടത്തിൽ ആരെങ്കിലും ഒരു മുതിർന്ന ഒരാളും കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ ആരുടെങ്കിലും പപ്പന്മാരെല്ലാം ആരെങ്കിലും ഒരാളായിരിക്കും കൂടെ ഉണ്ടാവുക. അപ്പോൾ അവരും കൂടെ വന്നിട്ട് ഞങ്ങൾ നീന്തൽ പഠിക്കാൻ വന്നിരുന്നതാണ് മെയിനായിട്ടുള്ളൊരു ഓർമ്മ. പ്രളയം വന്നപ്പോൾ ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതേ പാലൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി ചായ വെക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിനു ഹോസ്റ്റലിൽ നിന്ന് വരും. അപ്പം ലിനു വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും കൂടി ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെള്ളയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കണേ. വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മുട്ടക്കറി ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് തന്നെ ആദ്യം തന്നെ ഒരു പാൻ എടുത്തു. അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് നമ്മൾ കറിവേപ്പില ഇട്ടു. അതേപോലെ തന്നെ സവാള, തക്കാളി, പച്ചമുളക് അതെല്ലാം നമ്മൾ ഒരുമിച്ച് ഇടുകയാണ്. ഈസി ആയിട്ടുള്ളതാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്കാണ്ട് ഇട്ടിട്ട് നല്ലോണം വഴന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടി അതിലിടുക. അങ്ങനെ കുറച്ച് നേരം മുട്ട അതിലൊന്ന് കിടന്നിട്ട് സെറ്റ് ആവണം. അപ്പത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കണം. അരപ്പ് ഭയങ്കര സിമ്പിളാണ്. കുറച്ച് തേങ്ങ എടുക്കുക. അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല എല്ലാം കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിക്കുക. നല്ലോണം മിക്സിയിലിട്ടിട്ട് അരയണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലാവണം. എന്നിട്ട് അത് ഡയറക്റ്റ് നമ്മൾ ആ പാനിൽ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഡയറക്റ്റ് ഇതങ്ങോട്ട് ഒഴിക്കുക. ജസ്റ്റ് ഒരു തിളച്ച് വരുമ്പം നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി ഇതേ റെഡിയായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിനുവിൻ്റെ കോള് വന്നു. അപ്പോൾ ലിനു ഏറെക്കുറെ നമ്മൾക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ അവളേനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന കഴിക്കാനായിട്ട് അത് ഞങ്ങളുടെ അമ്പലം എന്ത് നല്ല ഭംഗിയല്ല ഞങ്ങളുടെ അമ്പലം. ഇങ്ങോട്ട് വരുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരും നമ്മുടെ പൂരാണ്. ഇവിടെ ഭരണിവേലയാണ്, ശരിക്കും കുതിരവേല ഒക്കെയാണ്. അപ്പോൾ പല ദേശങ്ങളിൽ നിന്നായിട്ട് കുതിരകളൊക്കെ വരും. ഈ കാണുന്ന ചുറ്റുമുള്ള ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ് വേറെ പ്രൈവറ്റ് ആയിട്ട് ഓരോരുത്തരുടെ പ്രോപ്പർട്ടീസാണ്. പക്ഷെ പൂരത്തിന് സമയമാകുമ്പോഴത്തേനും എല്ലാ പാടങ്ങളും കാര്യങ്ങളും ഒക്കെ അമ്പലത്തിനായിട്ട് വിട്ടുകൊടുക്കും. ഭയങ്കര എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മതസൗഹാർദ്ദമാണ് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ. നിങ്ങൾ ആരും കണ്ണു വയ്ക്കരുത് കേട്ടോ. ഞാൻ അത് പറയുമ്പം വേറൊന്നും കൊണ്ടല്ല, കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുതിരവേലയാണെന്ന്. അപ്പോൾ ഇവിടെ കുതിരയെ നമ്മളിങ്ങനെ പൊക്കിയിട്ട് ഈ അമ്പലത്തിന് ചുറ്റും റൗണ്ട് അടിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ നമ്മുടെ ചേട്ടന്മാരും കൂടെ കൂടാറുണ്ട്. അപ്പം അതായത് വേറെ മതത്തിൽ പെട്ടിട്ടുള്ളവരും നമുക്ക് കൂടാറുണ്ട്. അമ്പലത്തിനകത്തല്ല കേട്ടോ, അമ്പലത്തിന് പുറത്ത് ജസ്റ്റ് പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചേട്ടന്മാർ കൂടും. അതേപോലെ തന്നെ പൂരത്തിൻ്റെ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച് പോയിട്ടുള്ള പെൺപിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് വരും. അത് ഈവൻ ഹിന്ദുസ് തന്നെ ആവണമെന്നില്ല, ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് വന്നിട്ട് ഒത്തുചേർന്നിട്ടാണ് ഞങ്ങൾ പൂരാഘോഷിക്കല്. പിന്നെ ആ കാണുന്നതാണ് ഞങ്ങളുടെ സ്റ്റേജ്. ഈ സ്റ്റേജിൽ ഞങ്ങൾ കുറേ അധികം ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അമ്പലവും അതേപോലെ തന്നെ അമ്പലക്കുളവും ഈ ആലുകളും എല്ലാം കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഫീലാണ്.
അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഗ്രൗണ്ട്. ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പണ്ട് 2 വീലറും 4 വീലറും ഒക്കെ വണ്ടി ഡ്രൈവിംഗ് പഠിച്ചതേ ഇവിടെ നിന്നിട്ടാണ്. ആദ്യം ഓടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ പപ്പ പറയും ഗ്രൗണ്ടിലേക്ക് വിട്ടോ, അവിടുന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമേ റോഡിലേക്ക് ഇറക്കുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഡ്രൈവിംഗ് പഠിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ കുറേ ചേട്ടന്മാർ കളിച്ച് വളർന്നിട്ടുള്ള ഗ്രൗണ്ടാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ പ്രവാസികളായിട്ടുള്ള ചേട്ടന്മാർക്കൊക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോഴേ ആ ഒരു പഴയ കാര്യങ്ങളും പഴയ ഓർമ്മകളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു പക്ഷെ നമ്മൾ പ്രവാസി ആയതുകൊണ്ടും കൂടി ആയിരിക്കും കേട്ടോ എനിക്കും ഈ ഒരു ഫീല് വരുന്നത്. ഒരു പക്ഷെ നാട്ടിലാണെങ്കിൽ ഇത്ര മാത്രം നമുക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു. കാരണം എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുമ്പം ആ ഒന്നിനും ഒരു വില ഉണ്ടാവില്ലല്ലോ, മറിച്ച് നമുക്കത് നഷ്ടപ്പെടും എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു വില ഉണ്ടാവുക. അപ്പൊ ദേ ലിനുമോള് വന്നത് പ്രമാണിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അതിൻ്റെ മസാല റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പം. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏലക്കായ, തക്കോലം, അതേപോലെ തന്നെ ജാതിപത്രി, കുറച്ച് സാജീരകം, നല്ല ജീരകം, പെരുംജീരകം, അതേപോലെ തന്നെ കുറച്ച് കരയാമ്പൂ, ജാതിക്ക, പിന്നെ കുറച്ച് കുരുമുളക്, വറ്റൽമുളക്, പിന്നെ പോപ്പി സീഡ്സ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, കറുവാപ്പട്ട പൊടിച്ചതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ഒരു പാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നല്ലോണം പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാവും. ഈ ഒരു മസാല മാത്രമേ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മളിതേ ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അപ്പം ആദ്യം തന്നെ ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും ചെയ്യാറുള്ള പോലെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ സവാള, അതെല്ലാം നമ്മൾ നല്ലോണം നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്തു. ഇന്ന് ചിക്കൻ ബിരിയാണി എൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇവർ 3 പേരും ഭയങ്കര ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇവിടെ മുത്തനെ മരങ്കേറ്റം പഠിപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു ലിനു. അപ്പം ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് ചിക്കൻ്റെ പരിപാടികൾ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എടുത്തത് കുക്കറായിരുന്നു. കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലോട്ട് നമ്മൾ സവോള ഇട്ടു. അപ്പോൾ സവോളയുടെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് നല്ലോണം ഇനി വഴന്ന് വരണം. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം അത് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരെ ചിക്കൻ ആഡ് ചെയ്യാണ്. അങ്ങനെ എല്ലാ ചിക്കനും ഇട്ടു. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ അടച്ചു വെക്കണം കുറച്ച് നേരം. അപ്പോൾ ഇപ്പോൾ ഇതേ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ ഒരേ ഒരു മസാല, ബിരിയാണി മസാല നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ, ആ ഒരു മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. നമ്മൾ പാകം നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് 2 ടീസ്പൂൺ മസാലപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2 ടീസ്പൂൺ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാലയുടെ അളവും കൂട്ടുക. അങ്ങനെ എല്ലാം സെറ്റായി വന്നപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്തു. ഇനി അത് നല്ലോണം സെറ്റായിട്ട് വരണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ, അതിൽ കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും, നമുക്ക് ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് തൈര്, അതേപോലെ തന്നെ തൈരും കൂട്ടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ റെഡിയായി.
ചിക്കൻ സെറ്റായി കഴിഞ്ഞു നമുക്ക് റൈസിൻ്റെ പരിപാടികൾക്ക് തുടങ്ങാം. അപ്പോൾ കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് കറുവപ്പട്ട, കരയാമ്പൂ, ഏലക്കായ അതൊക്കെ നമ്മൾ ആഡ് ചെയ്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ കുറച്ച് സവാള നമ്മൾ ആഡ് ചെയ്യുക. അത് മൂത്ത് വരുമ്പം നമുക്ക് അതിലോട്ട് നേരെ റൈസ് ഇടുക. ഈ റൈസ് 15 മിനിറ്റോളം കുതിർത്താൻ വെച്ചിട്ടുള്ള റൈസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ റൈസ് ആഡ് ചെയ്തിട്ട് നല്ലോണം നെയ്യിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദേ വെള്ളമൊക്കെ ഒഴിച്ചു. കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ച് വെക്കണം, കട്ട പിടിക്കാതിരിക്കാനാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ റൈസ് ആവും. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ചിക്കനും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി. അങ്ങനെ നമ്മളിത് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് അതിൻ്റെ ക്ഷീണമൊക്കെ മാറി ഇനിയിപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര വരട്ടിയതിലേക്ക് നമ്മൾ കുറേശ്ശെ പൊടി ആഡ് ചെയ്ത് ഏറെ കുറേ ഒരു പരുവം വരെ നമ്മൾ പൊടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിടണം. അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ നല്ലോണം നെയ്യിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ മുൻപ് കൂട്ടിയിട്ടാക്കി വെച്ചാലും മതിയാവും. പക്ഷേ എത്രത്തോളം കൂടുതൽ നേരം വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതേ ഈവനിങ് ഒക്കെ ആയി, 4 മണിയായി. അപ്പോൾ നമ്മളിതേ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തട്ട് വെച്ചു, അതിലോട്ട് നമ്മൾ നല്ലോണം എണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പം ഇത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തട്ടിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഉണ്ണിയപ്പം ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല സോഫ്റ്റും സ്മൂത്തും ആണ്. ഉച്ച തിരിഞ്ഞിട്ട് ഞങ്ങളിത് നേരെ പോയത് പള്ളിയിലോട്ടായിരുന്നു. പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു ഗീവർഗീസ് പുണ്യാളിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഫ്രണ്ടിലൊരു കൽവിളക്കുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഓരോ ദിവസം ഓരോ വീട്ടുകാരാണ് തിരി തെളിയിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളായിരുന്നു തിരി തെളിയിക്കാനുള്ളത്. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഗീവർഗീസ് പുണ്യാളിൻ്റെ ഈ രൂപം പണിതിട്ട് ഒരു 6 കൊല്ലം നല്ലോണം ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അന്ന് മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. ഓരോ ദിവസം ഓരോ വീട്ടുകാരാണ് ഇവിടെ രൂപത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു വിളക്ക് കത്തിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് തിരി തെളിയിച്ചതായിരിക്കണം. കാരണം കല്യാണത്തിന് ശേഷം നമ്മൾ കൊല്ലത്തിൽ ഒരു വട്ടമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ആ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡേറ്റും നമ്മൾ വരുന്ന ലീവും കൂടെ ഒത്തു വന്നാലാണ് നമുക്ക് ഇങ്ങനെ രൂപത്തിന് മുമ്പിൽ ഈ ഒരു തിരി തെളിയിക്കാൻ നമുക്ക് അവസരം കിട്ടാറുള്ളൂ. എന്തായാലും ഇപ്രാവശ്യം വന്ന ടൈം എന്തായാലും നന്നായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി എനിക്ക്.
മുത്തിനെ കൊണ്ട് എനിക്ക് തിരി തെളിയിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് കറക്റ്റായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.